ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുൻപ് 27 വർഷം തന്നെ അന്നമൂട്ടിയ ഡിപ്പാർട്ട്മെന്റിനും സഹപ്രവർത്തകർക്കും വേറിട്ട രീതിയിൽ സ്നേഹസമർപ്പണം നൽകി ശ്രദ്ധേയനാവുകയാണ് ഷാജു ലോലപ്പൻ എന്ന ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ. ഓഫീസ് പരിസരം സ്വന്തം ചെലവിൽ 160 സ്ക്വയർ ഫീറ്റിലധികം ഭാഗം ടൈൽ വിരിച്ച് നവീകരിച്ചും ഓഫീസ് അങ്കണത്തിൽ ഫലവൃക്ഷങ്ങളും ചെടികളും നട്ടുവളർത്തിയുമാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വേറിട്ട മാതൃകയാകുന്നത്. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള എംപ്ലോയ്മെന്റ് ഓഫീസറായ ചിയാരം സ്വദേശി മുത്തോലി വീട്ടിൽ ഷാജു ലോനപ്പനാണ് വേറിട്ട മാതൃകയായത്. തൃശൂർ പാലസ് റോഡിൽ സാഹിത്യ അക്കാദമിക്ക് സമീപം പ്രവർത്തിക്കുന്ന മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പുറകുവശത്ത് ചെളിയും കാടും പിടിച്ചു കിടന്നിരുന്ന സ്ഥലമാണ് ജീവനക്കാർക്ക് നടക്കാവുന്ന വിധം 2 അടി വീതിയിൽ സ്വന്തം ചെലവിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കി സമർപ്പിച്ചത്. കൂടാതെ സ്വന്തമായി പണം ചെലവഴിച്ച് ഓഫീസ് അങ്കണത്തിലും പരിസരത്തും മനോഹരമായ പൂന്തോട്ടവും പഴത്തോട്ടവും ഒരുക്കി. ഒരു ജോലി എന്ന സ്വപ്നവുമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് എത്തുന്നവർക്കും ഇവിടെയുള്ള ജീവനക്കാർക്കും എന്നും മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നതായിരിക്കണം ഓഫീസ് അന്തരീക്ഷം എന്ന ചിന്തയാണ് ഇത്തരമൊരു പ്രവൃത്തിക്ക് പിന്നിലെന്ന് ഷാജു ലോനപ്പൻ പറയുന്നു. ഈ 2025 ഡിസംബർ 31 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അപ്പോൾ നീണ്ട 27 വർഷം എന്നെ അന്നം നൽകിയ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകിച്ച് എൻ്റെ സർവീസിൽ ഏറ്റവും അധികം നാൾ ഞാൻ ജോലി ചെയ്ത തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനും ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കുറച്ച് നാളുകളായിട്ട് ഉണ്ടായിരുന്നു. അത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ ജോയിൻറ്റ് ഡയറക്ടർ, ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള മേലധികാരികളുടെ അരികത്ത് സ്വകാര്യ സംഭാഷണത്തിൻ്റെ മധ്യേ പലവട്ടം ഞാൻ സൂചിപ്പിച്ചിരുന്നതാണ്. ഓഫീസും പരിസരവും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം നമ്മൾ എപ്പോഴും വീട്ടിനേക്കാളും കൂടുതൽ സമയം ഫലപ്രദമായിട്ട് ചെലവഴിക്കുന്നത് പകൽ സമയം നമ്മുടെ ഓഫീസിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസും അതിൻ്റെ പരിസരവും ഏറ്റവും മനോഹരമായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ എപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് പറയാറുണ്ട്. അപ്പോൾ പറയും മാത്രമല്ല, അത് പ്രവൃത്തിയിലും കൂടി കാണിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിനെ അല്പം കൂടി ഒന്ന് മനോഹരമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിവിടെ കുറേയധികം പഴവർഗ്ഗ ചെടികളും അതുപോലെ തന്നെ പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഈ ഓഫീസിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു 10-20ഓളം ബൊഗൈൻവില്ല ചെടികൾ തന്നെ ഒരു 6 മാസത്തോളം തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് ഒരു പൂക്കാലം തന്നെ നൽകാറുണ്ട്. ധാരാളം ആളുകൾ അത് കണ്ട് സന്തോഷത്തോടെ ഈ റോട്ടിൽ കൂടെ കടന്നു പോകുന്നതും ഞാൻ കാണാറുണ്ട്. ദിവസവും രാവിലെ നേരത്തെ ഓഫീസിലെത്തുന്ന ഇദ്ദേഹം കള പറിച്ചും നനച്ചും മക്കളെ പോലെയാണ് ചെടികൾ പരിപാലിക്കുന്നത്. ചെടികളെല്ലാം നനച്ച് വൈകിട്ട് 5:30-ക്ക് ശേഷമേ തിരിച്ചു പോകാറുള്ളൂ. വീട്ടിലുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ചെടികളും ഇദ്ദേഹം ഇവിടെയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഓർമ്മകൾ ബാക്കിവെച്ച് ഈ വരുന്ന ഡിസംബർ 31 ഇവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ സർക്കാർ ഓഫീസുകൾക്ക് ഒരു മാതൃകയെ മാറുകയാണ് ഷാജുവിന്റെ ഈ സൽപ്രവൃത്തി. PCV ന്യൂസ്, തൃശൂർ.